നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ കാലാകാലങ്ങളായി നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നടത്തപ്പെടുന്നതായി പറയപ്പെടുന്ന സ്ഥലം മാറ്റ നടപടികൾ സർക്കാർ ജീവനക്കാരുടെ മനോവീര്യം തകർക്കുകയും അവരിൽ ആശങ്ക ഉളവാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ശ്രീ വി ജോയ്, ശ്രീ കെ രാജൻ, ശ്രീ പി കെ പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വൈദ്യുതി പരിസ്ഥിതി പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി. സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം 25/2/2017 സർക്കാർ ഉത്തരവ് നമ്പർ 3 വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെൻറ്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അതിനാൽ സാർ, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ളതല്ല. ശ്രീ വി ജോയ്. സ്പീക്കർ സാർ, ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമായ സാഹചര്യത്തിലാണ് ഈ അടിയന്തര പ്രമേയം നൽകുന്നത്. കേരളത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായി ഏതാണ്ട് 5,20,000 പേർ ജോലി ചെയ്യുകയാണ്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റപ്പെടുകയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ, ക്യാൻസർ പോലുള്ള രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, വനിതകൾ, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ പോലും ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണ്ടപ്പെട്ടവർക്ക്, ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഭരണപരമായ സൗകര്യം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരാവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നൽകുകയാണ്. അത് കുഴപ്പമില്ല. അൻവർ സാദത്തിന് ആ ഭരണമാറ്റത്തിൽ ഗുണമുണ്ടോ? അൻവർ സാദത്തിന് ഗുണമുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ 33 വകുപ്പുകളിലായിട്ട് 207 ഉത്തരവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗവൺമെൻറ് വന്നിട്ട് ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഏതാണ്ട് 1982 പേരെയാണ് മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത്. 310 വനിതകളെ മാറ്റി, അപ്പുറത്തെ വനിതാ മന്ത്രിമാരും ബന്ധപ്പെട്ടവരും എല്ലാം ഉണ്ടല്ലോ, 310 വനിതകളെ മാറ്റി നിയമിച്ചിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 38 ക്ലാസ് 4 ജീവനക്കാരെ മാറ്റി നിയമിച്ചിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു, 2017 സ്ഥലം മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡമുണ്ട്. വളരെ സമഗ്രമായിട്ടുള്ള ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിടത്തോളമുള്ള മാനദണ്ഡമാണ് 2017. അത് വളരെ സുതാര്യമാണ്. അപ്പോൾ സുതാര്യമായും ഓൺലൈൻ വഴിയുമായിട്ടാണ് ട്രാൻസ്ഫറുകൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നു വന്നിരുന്നത്. ആ ഓൺലൈനിൽ നടന്നു വന്നിരുന്ന ട്രാൻസ്ഫറിനെയാണ് ഇപ്പോൾ ഇങ്ങനെ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്നതുകൊണ്ട്, മാറ്റം ഉണ്ടായി എന്നതുകൊണ്ട് എല്ലാം അട്ടിമറിക്കുകയാണ് സാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിലാണ് സാർ ഈ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാർ? ചില കാര്യങ്ങൾ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട്
ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മെയ് 4-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നത്. സാർ, വന്നതിൻ്റെ ആ ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ NGO അസോസിയേഷൻ്റെ നേതാക്കന്മാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് കൊടുക്കുകയാണ്. ഇത് എവിടെയെങ്കിലും കേട്ട് കഴിവിട്ടുണ്ടോ സാർ? അത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ സാർ? 5-ാം തീയതി ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുകയാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ കാവൽ മന്ത്രിസഭയാണ് ഇവിടെ ഉള്ളത്. അതെ, ഞാൻ പറഞ്ഞുതരാം. വിൻസെന്റിന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്പം ഒന്ന് ക്ഷമിച്ചാൽ മതി. വളരെ ശ്രദ്ധിച്ച് ഇരുന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. സർക്കാർ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് മെയ് 18-നാണ്. പക്ഷേ ഇവിടുത്തെ ട്രാൻസ്ഫർ ഓർഡറുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, സർക്കാർ 18-ന് മുമ്പ് അധികാരമേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ട്രാൻസ്ഫറുകളെല്ലാം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നാണം കെട്ടൊരു പണി യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ കാര്യത്തിൽ? നിങ്ങൾ അധികാരമേൽക്കൂ. 18-ാം തീയതി നിങ്ങൾ അധികാരമേറ്റു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റും. പക്ഷേ ഇഷ്ടമില്ലാത്തവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ 2017-ലെ ട്രാൻസ്ഫർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭരണപരമെന്നെല്ലാം പറഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ശ്രീ വിൻസെന്റ് പറഞ്ഞല്ലോ, വിൻസെന്റിന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. വിൻസെന്റിന്റെ അല്ല, സഭയുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് പറയാം. അതീവ ദുഃഖിതനാണെന്ന് എനിക്കറിയാം അങ്ങ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നടപടിക്രമം വന്നു. അതിൻ്റെ ഡേറ്റ് എന്താണെന്ന് അങ്ങേക്കറിയാമോ? 5/5/2026. 5/5/2026 നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ട്രാൻസ്ഫർ ഇറക്കി. അതാരാ? അതിന്റെ വിഷയം എന്താ? വിൻസെന്റ്, വിഷയം എന്താ? കേള്. ഈ ട്രാൻസ്ഫറിന്റെ പരാമർശം ഈ ഓർഡറിലുണ്ട്. എന്താണ് പരാമർശം? NGO അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് റാഫ് സമർപ്പിച്ച അപേക്ഷ. എങ്ങനെ ഇരിക്കുന്നു വിൻസെന്റ്? ഇതാണ് സ്ഥിതി. മന്ത്രി വന്നില്ല, ഗവൺമെന്റ് വന്നില്ല. NGO അസോസിയേഷന്റെ സൗത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൊടുത്തൊരു കത്തിന്റെ അടിസ്ഥാനത്തിൽ 6 പേരെ ട്രാൻസ്ഫർ ഇറക്കി. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗതികെട്ട കാലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. ഇനി അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഈ ഉത്തരവ് ഒപ്പിട്ടിരിക്കുന്ന വ്യക്തി, ഈ 6 പേരെ സർക്കാർ വരുന്നതിന് ഒപ്പിട്ട വ്യക്തിയുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആ ഉദ്യോഗസ്ഥന്റെ പേര് രഞ്ജൻ രാജ് എന്നാണ്. രഞ്ജൻ രാജ് ആണ് ഈ ഉത്തരവ് ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോ ഈ രഞ്ജൻ രാജ് എവിടെയാണ്? ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഈ രഞ്ജൻ രാജ് ഇവിടെ ജോലി ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, വേണ്ടപ്പെട്ട ആളുകളെ ഇരുത്തി മന്ത്രിസഭ വരുന്നതിന് മുമ്പ് ഓർഡർ ഉണ്ടാക്കി 6 പേരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എത്ര ഗതികേടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഗതികേടല്ലേ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്? ഇത് വിഷയദാരിദ്ര്യമാണോ? 2000-ഓളം വരുന്ന ജീവനക്കാരെ തലങ്ങും വിലങ്ങും എടുത്ത് ക്യാൻസർ രോഗികളെ പോലും 1-2 ദിവസം പെൻഷനാകാനുള്ള ആളുകളെ പോലും തലങ്ങും വിലങ്ങും അടിച്ചത് വിഷയദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ടാണോ? വിഷയദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനിയുണ്ട്. ഈ 5-ാം തീയതി തന്നെ
കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ 4/5/2026 കത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ആളുകളെ ട്രാൻസ്ഫർ ചെയ്തു. 5 ആളുകളെ ട്രാൻസ്ഫർ. ഇത് ഉത്തരവാണ്. നിങ്ങള് അതല്ല, ഭരണം മാറിയാൽ എന്തും ചെയ്യോ? അങ്ങനെ പറ. ഭരണം മാറിയാൽ എന്തും ചെയ്യോ? അൻവർ സാദത്ത് പറ. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തും ചെയ്യൂ അൻവർ സാദത്ത്? എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു. കേട്ടാ, ഭരണം മാറി എന്നുള്ളതുണ്ട്. എത്ര ഓർഡറുകളാണ് നിങ്ങൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ കാണാത്ത നഗ്നമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് നിങ്ങൾ ഈ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്താൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സംഘടനാ നേതാക്കന്മാർ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കാലഘട്ടമായി UDFന്റെ ഭരണം മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, സീറ്റിന് ലേലം വിളിക്കുകയാണ് സാർ. കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സീറ്റിന് ലേലം വിളിക്കുകയാണ്. ഞെരിച്ചു വെച്ച് ലേലം വിളിക്കുകയാണ്. ആ ലേലത്തിന്റെ ഭാഗമായിട്ടാണ് സാർ ഇവിടെ നടക്കുന്നത്. അഴിമതിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ ട്രാൻസ്ഫർ എല്ലാം ആരെങ്കിലും ഒരാൾ പരിശോധിക്കണമല്ലോ. ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിരന്തരമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല. ഇവിടെ ഒരു പോലീസുകാരൻ, ഒരു CPO, DCRBയിലെ ഒരു പോലീസുകാരൻ, അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ ജില്ലാ ട്രഷററാണ്. അപ്പോൾ അയാൾ ജില്ലാ ട്രഷറായതുകൊണ്ട് അയാളെ ദ്രോഹിക്കണം. ആദ്യം ഒരു ഓർഡർ ഇറക്കി. അത് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. DCRBയിൽ നിന്ന് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് മാറ്റി. അയാൾ നേരെ എന്ത് ചെയ്തു? അയാൾ നേരെ ട്രൈബ്യൂണലിൽ പോയി ഒരു സ്റ്റേ മേടിച്ചു. ഇന്നലെ വൈകുന്നേരം സിംഗിൾ ഓർഡറിൽ അയാളെ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, കൺക്ലൂഡ് ചെയ്യാം. സാർ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സാർ. താൽക്കാലികമായി ഇരുന്ന ജീവനക്കാരെ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് സാർ. 10-15 വർഷമായിട്ട് നിന്ന് താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിടുകയാണ് സാർ. പക്ഷെ നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്. നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ് നിങ്ങൾ. ഇതെന്ത് നാടാണിത്? ഇവിടെ എന്തെല്ലാം കോലാഹലം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ ബന്ധു നിയമനം നടത്തുകയാണ്. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ വഴിയാധാരമായി തെക്കും വടക്കും അടിച്ച് ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. ഞാൻ എന്റെ സബ്മിഷൻ അവസാനിപ്പിക്കുകയാണ്. സാർ, വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനത് പറയുന്നില്ല. ഞങ്ങൾ അധികാരത്തിലേറിയാൽ ആദ്യം ഒപ്പിടുന്നത് 21,000 രൂപ ആശമാർക്ക് കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. പക്ഷെ എന്തായി? അവരെ പറ്റിച്ചില്ലേ? മുനമ്പം വിഷയം ഞങ്ങൾ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചില്ലേ? പ്രതിപക്ഷത്തിരുന്ന എന്തും പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ ഈ കേരളീയ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ളത് മാത്രം സൂചിപ്പിച്ച്, ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ അഴിമതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ച് ഈ വിഷയങ്ങൾ, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാറേ, സാധാരണ നിലയ്ക്ക് സർക്കാർ സർവീസിൽ റിട്ടയർമെന്റ് സംഭവിക്കും.
സെക്രട്ടേറിയറ്റിൽ സ്ഥിതി എടുത്താൽ ഫെബ്രുവരി മുതൽ മെയ് വരെ 52 റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു. അതിനു പുറമെ അണ്ടർ സെക്രട്ടറിയും അതിന് മുകളിലുള്ള പോസ്റ്റുകളിൽ 30 പേർ പേഴ്സണൽ സ്റ്റാഫിലേക്ക് മാറിയിട്ടുണ്ട്. മുൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് 7 തട്ടിലുള്ളവർ മാറും. അങ്ങനെ വരുമ്പോൾ 14 പേർക്ക് സ്ഥാനചലനം ഉണ്ടാകും. ഒരാളാണ് മാറുന്നതെങ്കിലും അതിൻ്റെ ഫലമായി 14 പേർക്ക് സ്ഥാനചലനം സംഭവിക്കും. ഈ വാക്കുകൾ എൻ്റേതല്ല. 2016 ജൂൺ 29 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനധികൃത സ്ഥലംമാറ്റങ്ങൾ സംബന്ധിച്ച് PT തോമസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഈ സഭയിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്കുകൾ. അന്ന് PT തോമസ് അതിലെ വാക്കുകൾ അവസാനിപ്പിച്ചത് അതുകൊണ്ട് അവസാനത്തെ പറഞ്ഞ വാക്കിനെ മുകളിലേക്ക് എടുക്കുന്നു. അങ്ങ് പരിശോധിച്ച് തിരുത്തി സത്യസന്ധമായി ന്യായമായി നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തെളിയിക്കാനും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താനുമുള്ള അവസരം പാഴാക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതാണ് PT തോമസ് അന്ന് അടിയന്തര പ്രമേയം അവസാനിപ്പിച്ച വാക്കുകളെങ്കിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, സർ, ബഹുമാനായ അങ്ങ് PT തോമസിന് സ്ഥലജില വിഭ്രമം ബാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളത് പറയുന്നില്ല സർ. 2026 ജനുവരി മുതൽ 26 മെയ് 31 വരെ സെക്രട്ടേറിയറ്റിൽ മാത്രം 200ഓളം റിട്ടയർമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ എണ്ണവും അതിനനുസൃതമായി ഉണ്ടായിട്ടുള്ള പ്രമോഷനുകളും ഭരണമാറ്റത്തെ തുടർന്ന് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ വാദഗതി അനുസരിച്ച് തന്നെ ഈ നോട്ടീസ് തീർത്തും അപ്രസക്തമാണ് സർ. കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയായിരുന്നു. 10 വർഷക്കാലം. ഈ കാലയളവിൽ 1 ഡസനിലധികം തവണ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. 1 ഡസൻ തവണയിലേറെ. ഞാൻ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവർ തിരുവനന്തപുരത്തോ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തോ 10 വർഷമായിട്ട് പ്രവേശിക്കാത്ത നിരവധി ജീവനക്കാരുണ്ട്. അവരെ തിരുവനന്തപുരത്ത് നിന്ന് ദൂരസ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അസോസിയേഷൻ യോഗത്തിൽ പോയപ്പോൾ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവരോട് സൗഹൃദം ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് 10 വർഷമായി. അപ്പോൾ ഇവിടെ 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സാർ. കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നിലപാടായിരിക്കില്ലേ സർക്കാരിന്? നിങ്ങളെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും മാതൃകയാക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ മാതൃക എന്തായിരുന്നു? ഒരു വില്ലേജ് ഓഫീസർ പോൾ തോമസ്, അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്. അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് എങ്ങോട്ടാണ്? മഞ്ചേശ്വരത്തെ കടമ്പാർ വില്ലേജിലേക്കാണ് ഭാഷ അറിയാത്ത കൊല്ലംകാരനെ സ്ഥലം മാറ്റിയത്. അങ്ങനെ അവരും കർണാടകത്തിലായിപ്പോയി സാർ. അപ്പോൾ അദ്ദേഹം പരാതി കൊടുത്തു. ആ പരാതിക്ക് യാതൊരു പരിഹാരവും ഉണ്ടായില്ല. അവസാനം അദ്ദേഹം ജീവിത നൈരാശ്യം കൊണ്ട് സെപ്റ്റംബർ 9 അദ്ദേഹം ആത്മഹത്യ ചെയ്ത സാഹചര്യം കേരളം കണ്ടു. നിങ്ങളെ സർക്കാരിൻ്റെ കാലത്താണ്. നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ പെരുമാറുന്നു, രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ ഇടപെടുന്നു എന്നതിന് നവീൻ ബാബുവിൻ്റെ കാര്യം ഞാനിവിടെ പറയണോ? കണ്ണൂരിലെ ADM നവീൻ ബാബു എങ്ങനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അവശേഷിക്കുന്നു വേദനയോടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിരുന്നു. മുഖ്യമന്ത്രിയെയും മറ്റാളുകളെയും കണ്ടു. അവരുടെ ജീവൻ അവസാനിക്കാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ വനിതകൾക്കും സർവീസ് സംഘടനാ ഭാരവാഹികൾക്കും ലഭിക്കേണ്ട പരിരക്ഷ പോലും നിങ്ങളുടെ കാലത്ത് ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങളാലും സംഘടനാ വിരോധവും മൂലം വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട 100 കണക്കിന് പേർ ഇന്നും അവിടങ്ങളിൽ തന്നെ തുടരുകയാണ്. അവരെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി സ്ഥലം മാറ്റി നൽകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരാൾ മാറിയാലല്ലേ മറ്റൊരാൾക്ക് എവിടേക്ക് വരാനാകൂ. കഴിഞ്ഞ കാലങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് സ്വാഭാവിക നീതി ലഭിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉറപ്പുവരുത്തും. ഒരു വകുപ്പിലും വ്യാപകമായ സ്ഥലമാറ്റം നടത്തിയിട്ടില്ല. ഭരണ സൗകര്യാർത്ഥം ഏതാനും ട്രാൻസ്ഫറുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ചട്ടവിരുദ്ധവും സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമായി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതായും
അപ്രകാരം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ അത് കാരണം പൊതുജനങ്ങൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. സംതൃപ്തമായ ഒരു സിവിൽ സർവീസിനെയാണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ പൊതുസ്ഥലം മാറ്റങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായ പരാതികൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭരണാനുകൂല സർവീസ് സംഘടനകളുടെ നിർദ്ദേശപ്രകാരം മാനദണ്ഡ വിരുദ്ധമായി വിവാഹ സ്ഥലമാറ്റം നടത്തിയെന്ന ആക്ഷേപം തെറ്റാണ്. ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്നത്തെ മനോരമ പത്രത്തിലെ വാർത്തയുണ്ട്. നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ഭരണാനുകൂല യൂണിയനുകളുടെ ആവശ്യപ്രകാരം സ്ഥലം മാറ്റപ്പെട്ട് ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കേരളത്തിലെ പുതിയ സർക്കാർ വന്നിട്ടാണ് അവരുടെ റിട്ടയർമെൻറ്റ് ദിവസമെങ്കിലും അവർക്ക് സെക്രട്ടേറിയറ്റിൽ വന്ന് ഒപ്പിടാനുള്ള സാഹചര്യം കേരളത്തിലെ പുതിയ സർക്കാരാണ് ഉയർത്തിയത് സാർ. അപ്പോൾ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനൊരു കാര്യം പറഞ്ഞത്, മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യമാണ്. അതിൽ 28/1/2019 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 164 ഡോക്ടർ MK മുനീർ. പ്രമേയത്തിനുണ്ട്, അതിൻ്റെ വിശദീകരണ കുറിപ്പിലുണ്ട്. പ്രമേയത്തിൻ്റെ വിശദീകരണ കുറിപ്പിലുണ്ട്, നോട്ടീസിലുണ്ട്. അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോട്ടീസിലുണ്ട് സാർ. അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും അപകീർത്തിപ്പെടുത്തലും നടത്തിയതിന് എത്ര സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാവോ? ഇത് 19 ചോദ്യമാണ്, മുഖ്യമന്ത്രിയുടെ ഉത്തരമാണ്. 41 പേർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് ശിക്ഷാ നടപടികളാണ് സ്വീകരിച്ച? അടുത്ത ചോദ്യം. ഇവരിൽ 12 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും 29 പേർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങളേതായാലും പ്രതികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നതല്ല സാർ. ഈ സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ്. സർക്കാർ ജീവനക്കാരുമായിട്ട് സഹകരിച്ചു പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അതിൽ അഭ്യർത്ഥിക്കുന്നു. ഈ പ്രമേയത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട യാതൊരു ഗൗരവമില്ല എന്ന് കൂടി സഭയെ അറിയിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി പറഞ്ഞ മറുപടി തീർത്തും നിർഭാഗ്യകരമായ ഒന്നാണ്. സർ, നമ്മുടെ സർക്കാർ ജീവനക്കാർ ഭരണഘടനാപരമായി ഭരണനിർവഹണത്തിൻ്റെ ഭാഗമാണ് എന്നെല്ലാവർക്കും അറിയാം. സർക്കാരിൻ്റെ പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരാണ്. അവരുടെ സേവന വ്യവസ്ഥകൾ നിയമപ്രകാരവും ചട്ടപ്രകാരവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാലാകാലങ്ങളായി ജീവനക്കാരുടെ നിയമനത്തിലും സ്ഥലമാറ്റത്തിലുമെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങളും നിലവിലുള്ളതാണ്. പക്ഷേ ഇവിടെ ഭരണപക്ഷത്ത് നിന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഭരണമാറ്റം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ജീവനക്കാരെ അന്യായമായും ചട്ടവിരുദ്ധമായും സ്ഥലമാറ്റ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി ബഹുമാനായ പ്രമേയ അവതാരകൻ രേഖ തന്നെ ഉദ്ധരിക്കുകയുണ്ടായി. ഒരു ഭരണകക്ഷി അനുകൂല സർവീസ് സംഘടന നിർദ്ദേശം നൽകുകയാണ് ഇന്ന മാറ്റം നടത്തണമെന്ന്. അതേപോലെ തന്നെ ആ കാര്യം നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സർ, ഇങ്ങനെ മാറ്റിയവരെ നോക്കിയാൽ ഗുരുതരമായ രോഗം ബാധിച്ചവർ,
ദീർഘകാലമായി ചികിത്സയിലിരിക്കുന്നവർ, റിട്ടയർ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവർ, വനിതകൾ, ക്ലാസ് 4 വിഭാഗം ജീവനക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ, ഇങ്ങനെയെല്ലാമുള്ളവരെ സാധാരണ നിലക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് ഇവരെല്ലാം. പക്ഷേ അവരെയെല്ലാം തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിരിക്കുന്നു. മനുഷ്യത്വരഹിതമായി വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി പ്രമേയ അവതാരകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഡേറ്റ് സഹിതം. സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു മാനദണ്ഡവുമില്ലാതെ സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിനിടയാക്കിയ ചില സംഘടനാ ഭാരവാഹികൾ നൽകിയ കത്ത്, അതിൻ്റെ ഭാഗമായി നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ. സർ, അതിനാരാണ് അധികാരം നൽകിയത്? എങ്ങനെയാണ് അത്തരമൊരു അധികാര വിനിയോഗം നടന്നത്? ആരാണ് ഇവരെ ഇതിന് ചുമതലപ്പെടുത്തിയത്? സർ, നിയമപ്രകാരം ഇവർക്ക് എന്ത് അധികാരമാണ് ഇതിനൊക്കെയുള്ളത്? ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥർ, അവരെ ആരായാലും ഇതെല്ലാം പൊതു താൽപ്പര്യത്തിനാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഉപകാരസ്മരണയായിരിക്കാം. സർ, പൊതു താൽപ്പര്യം നിശ്ചയിക്കാൻ ഇവർക്കാരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഇത്തരം ഉത്തരവുകൾ പ്രഥമദൃഷ്ട്യാ ശരിയല്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുകൾ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായത്. സർ, അത് യഥാർത്ഥത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമല്ലേ? സർ, ഇവിടെ സംഘടനാ ലെറ്റർ ഹെഡിൽ സ്ഥലം മാറ്റ നിർദ്ദേശം നൽകി അതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനിടയാക്കിയ അത്തരം വകുപ്പ് മേധാവികളെ ഭീഷണിപ്പെടുത്തി ഉത്തരവ് ഇറക്കിച്ചവരുണ്ട്. സർ, അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണ്ടേ? ഇവിടെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ മറികടന്ന് ഇതേവരെ നടത്തിയിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ എല്ലാം പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതിനുള്ള ആർജവം സർക്കാർ കാണിക്കേണ്ടതായിട്ടുണ്ട്. സർ, ചില സ്ഥാപിത താൽപ്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപ്പര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. ഈ രീതി തിരുത്തിയേ പറ്റൂ. അത് ഭരണമാറ്റത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും യോജിച്ചതല്ല. ഈ അനീതിക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭരംഗത്ത് വന്നത് കണ്ടില്ലേ? ഇന്നലെ നടന്ന നിയമസഭാ മാർച്ച് ഒരു മുന്നറിയിപ്പായി കാണേണ്ടതായിട്ടുണ്ട്. സർ, 2000-ഓളം ജീവനക്കാരെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രി സ്റ്റാഫിലേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണമല്ല ഇത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിന് പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് 2017 ഫെബ്രുവരി 25-ന്
ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവിന് അനുസൃതമായി ഓരോ വകുപ്പും പ്രത്യേക നിബന്ധനകൾ ഉൾപ്പെടുത്തി ഓൺലൈൻ സ്ഥലം മാറ്റം പ്രാവർത്തികമാക്കുകയായിരുന്നു. സർ, ഇതോടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. സ്ഥലം മാറ്റം സുതാര്യവും മാനദണ്ഡപ്രകാരവും അഴിമതിരഹിതവുമായി എന്നതാണ്. ആ തരത്തിലാണ് സ്ഥലം മാറ്റം ഇവിടെ നടന്നിരുന്നത്. സർ, അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് നടപടികൾ പൂർത്തീകരിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് വിവിധ വകുപ്പുകൾ പൊതുസ്ഥലം മാറ്റത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് തയ്യാറാക്കിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അത് കൃത്യമായി പരിശോധിച്ചല്ലേ കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നു. എന്ത് അപാകതയാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക? സർ, ഇവിടെ മറ്റൊരു പ്രശ്നവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കരാറടിസ്ഥാനത്തിൽ തുടർച്ചയായി സേവനം നടത്തി വരുന്ന അവിടെയുള്ള ജീവനക്കാർ, അവരിൽ ചിലരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. സർ, ഇവർക്കെല്ലാം സ്ഥിര നിയമനത്തിന് അർഹതയുണ്ട് എന്ന് വിവിധ ഘട്ടങ്ങളിൽ കോടതികൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ ജോലി കളയുന്നത് ഒരു തരത്തിലും മനുഷ്യത്വപരമായിരിക്കില്ല എന്ന് ഓർമ്മിക്കണം. സർ, ഇവിടെ അദ്ദേഹം പരാമർശിക്കാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതുകൂടി സ്പർശിച്ചു പോകുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അങ്ങക്ക് ഇനി എത്ര സമയം കൂടെ വേണം? ഇനി 2 മിനിറ്റേ വേണ്ടു. നവമാധ്യമങ്ങളിൽ വരുന്ന ചില ട്രോളുകൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപ് ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതായി കണ്ടു. സർ, അതെത്രമാത്രം ക്രൂരതയാണെന്ന് നോക്കണം. അസഹിഷ്ണുതാപരമായ നടപടിയായിട്ടല്ലേ അത് മാറുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, കൃത്യമായ സർവീസ് സീനിയോറിറ്റിയും പരിഗണനാർഹമായ ഇതര യോഗ്യതകളും അനുസരിച്ച് സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലം മാറ്റം, അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നമ്മുടെ ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. നീതിരഹിതമായ സ്ഥലം മാറ്റം തുടരും എന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് വിധേയമായിട്ടുള്ളത്. വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. സാർ, നമ്മുടെ നിലവിൽ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ഥലം മാറ്റങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയ ഗവൺമെൻറ് ഉത്തരവ് 3/2017 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഓൺലൈനായി പരമാവധി വകുപ്പുകൾ നടത്തണം എന്ന് നിശ്ചയിച്ചൊരു കാലത്തിന് ശേഷമുള്ള വിഷയമാണ് സാർ ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, മന്ത്രി മറുപടിയിൽ പറഞ്ഞതുപോലെ, ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ നയപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രവർത്തന സൗകര്യാർത്ഥം ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സാധാരണയാണത് മനസ്സിലാക്കാനും പറ്റും. എന്നാൽ മാനദണ്ഡങ്ങളെ ആകെ കാറ്റിൽ പറത്തി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടന്ന ട്രാൻസ്ഫറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങേക്കറിയാവുന്നതുപോലെ സത്യപ്രതിജ്ഞയ്ക്കും ശേഷം ഓരോ വകുപ്പിൻ്റെയും മന്ത്രിമാരാരാണെന്നോ ഏതൊക്കെ പാർട്ടിക്കാണോ ആ വകുപ്പുകൾ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ചില സർവീസ് സംഘടനകൾ അവരുടെ പ്രത്യേക നിർദ്ദേശം വിശദീകരണക്കുറിപ്പിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ രംഗത്ത് പ്രാപ്യമായ ഗുണകരമായ ഒന്നാണ് എന്ന് അങ്ങക്ക് പരിശോധിക്കാൻ പറ്റുമോ? സാർ, ഇവിടെ ചിലത് വായിച്ചു, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. കേരള NGO അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ AM ജാഫർ ഖാൻ്റെ പേരിൽ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് വഴുതക്കാടിന് അയച്ചു കൊടുത്ത ഒരു കത്തിൻ്റെ കോപ്പിയാണ് സാർ.
ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴുതക്കാടുള്ളയാളെ വടക്കാഞ്ചേരിയിലേക്ക്, തലശ്ശേരിയിലുള്ളയാളെ മാനന്തവാടിയിലേക്ക്. ഇത് ഏത് ഉദ്യോഗസ്ഥ താല്പര്യത്തിനും ഏത് ഔദ്യോഗിക സംവിധാനത്തിനും വേണ്ടിയാണ് സാർ? ഇങ്ങനെ ഒരു കത്ത് കൊടുത്താൽ ആ കത്ത് കൊടുക്കുകയും അത് നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണ് സാർ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? ഗുരുതരമായൊരു വിഷയമല്ല. അങ്ങേക്കറിയാം, ഇപ്പോൾ ജൂൺ മാസം, മെയ് മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും അധ്യയനം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് വില്ലേജ് ഓഫീസുകൾ അതുമായി ബന്ധപ്പെട്ട എത്രയോ രേഖകൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് വില്ലേജ് ഓഫീസർമാരെ തലങ്ങും വിലങ്ങും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. നിങ്ങൾ വില്ലേജ് ഓഫീസർമാരെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ മാറ്റും എന്നാണ് നടപടിയെങ്കിൽ ജൂൺ കഴിഞ്ഞൊന്ന് മാറ്റാൻ തീരുമാനിക്കണ്ടേ? മെയ് മാസം, ജൂൺ മാസം തലങ്ങും വിലങ്ങും മാറ്റിയാൽ അങ്ങേക്കറിയാവുന്നതുപോലെ നിയമപരമായി സ്ഥലം മാറുമ്പോൾ ഒരു ജോയിനിങ് ടൈം 7 ദിവസം കൂടി അവർക്ക് എടുക്കാൻ പറ്റും. അതുകൂടി വെച്ചാൽ ഇത്തവണത്തെ കോളേജ് അഡ്മിഷനും സ്കൂൾ അഡ്മിഷനും എങ്ങനെയാണ് സാർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള രേഖകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക? സാർ, സെൻസസ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ 2027 മാർച്ച് വരെ സ്ഥലം മാറ്റം പാടില്ല എന്നൊരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുകയാണ് സാർ. അങ്ങനെ ഒരു ഗവൺമെൻറ് ഉത്തരവ് നിൽക്കുമ്പോൾ സെൻസസ് ഡ്യൂട്ടിയിൽ ചുമതലപ്പെട്ട ആളുകൾ ഉൾപ്പെടെ മാറ്റുകയാണ്. റവന്യൂ വകുപ്പിൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ HRMS നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്റ്റേഷനകത്തേക്ക് നിയമിക്കുന്ന ആളുകളെ മാറ്റാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഒരു സ്റ്റേഷനകത്തേക്ക് ചുമതലപ്പെടുന്നവരെ ആ സ്റ്റേഷനകത്ത് മാറ്റാം. 3 കൊല്ലം വരെ പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ ആ സ്റ്റേഷനകത്ത് സാധ്യമാണ്. പക്ഷേ ആ സ്റ്റേഷനും വിട്ട് മാറ്റുന്നതിൻ്റെ പിന്നിലെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് സാർ? സാർ നോക്കണം, ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ NGO അസോസിയേഷൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവിനെ അങ്ങയുടെ വിജിലൻസ് തന്നെയാണ് പിടികൂടിയത് സാർ. പിണറായിയുടെ വിജിലൻസ് അല്ല. ശ്രീ VD സതീശൻ്റെ, മുഖ്യമന്ത്രിയുടെ വിജിലൻസ് തന്നെ NGO അസോസിയേഷൻ്റെ ഒരു നേതാവിനെ പിടികൂടുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വരികയും ചെയ്യല്ലേ സാർ? ആലപ്പുഴയിലെ റവന്യൂ മേഖലയിൽ നടത്തിയ കൂട്ടസ്ഥലം മാറ്റം പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് കാറ്റ് നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ ഘട്ടത്തിൽ വായിക്കാൻ പറ്റേണ്ടതല്ലേ സാർ? തിരുവനന്തപുരത്ത്, ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ. തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാന്റെ PA, ആ PA വീണ്ടും ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ് തിരിച്ചു ജോലിയിലേക്ക് പ്രവേശിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒഴിവുണ്ടായിട്ടും ഇവിടെ നിയമിക്കാൻ പറ്റാത്തത് കൊണ്ട് തൃശ്ശൂരിലേക്ക് മാറ്റി നിയമിച്ചു. പ്രശ്നമില്ല. പക്ഷെ തൃശ്ശൂരിൽ സീറ്റില്ല. PSCയിലൂടെ ജോലി കിട്ടിയിട്ടുള്ളൊരു കുട്ടിയെ ജോലിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടാണ് സാർ അവിടെ അയാളെ ജോലിക്ക് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏത് മാനദണ്ഡമാണ് സാർ? ഏത് മര്യാദയാണ്? PSCയിലൂടെ ജോലി കിട്ടിയ ഒരാളെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഒരു പ്രതികാര നടപടിയുടെ പേരിൽ ഒരാളെ വെക്കുകയാണോ സാർ? സാർ, അത്തരം ഉത്തരവിറക്കുന്ന അധികാരികളൊന്നും അങ്ങനെ എളുപ്പത്തിൽ ഈ ഉത്തരവിന്റെ കഥ പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുമെന്ന് കരുതരുത്. നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും സാർ. ഇതിന്റെ അടിയന്തരം എന്താണ്? ഇവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ സർക്കാർ ഏറ്റവും നിഷേധാത്മകമായി ഞങ്ങളിങ്ങനെ ഉത്തരവിറങ്ങും ഒരു ഗവൺമെൻറ് വന്നാൽ എന്നു കാണിക്കുന്ന നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സാർ, നിലവിലുള്ള മാനദണ്ഡങ്ങൾ വിരുദ്ധമായാണ് സർക്കാർ ജീവനക്കാരെ വ്യാപകമായി സ്ഥലം മാറ്റുന്നത്. ഗുരുതര രോഗമുള്ളവർ, ചികിത്സയുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, വനിതകളുണ്ട്, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടെയാണ് സാർ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയും വേണ്ടപ്പെട്ടവരെ അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് നിയമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇതെല്ലാം ഒരാവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞോളൂ. പറയാം സാർ. സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇത്തരം സ്ഥലം മാറ്റ നടപടി ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മെയ് 2 വിദ്യാലയങ്ങൾ പുതുതായി അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ മക്കൾ അവിടെ ചേരുകയും പുതുതായി ചേരുകയും ഈ സ്ഥലം മാറ്റം വന്നതോടുകൂടി വീണ്ടും അവരെ മാറ്റിച്ചേർക്കുന്ന ഒരു ദുരാവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാർ. പക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം മുൻ സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ മേന്മയുടെ അടിസ്ഥാനത്തിൽ ഏത് സ്കൂൾ പോയാലും നല്ല നിലയിലുള്ള വിദ്യാഭ്യാസം നേടുന്നത്. പക്ഷെ അവരുടെ മാനസികമായ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത്. ഈ നടപടി കൃത്യമായ രീതിയിലല്ല കൊണ്ടുപോയത്. അത് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്ത സാഹചര്യത്തിൽ, അനുവദിക്കാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ സഭ വാക്കൗട്ട് ചെയ്യാണ് സാർ. ഓക്കെ.